ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് പാർത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചും അത് കേട്ടുമൊക്കെ സംതൃപ്തിയോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം 1 ശമൂവേൽ 12-ാം അധ്യായം 9-ാം വാക്യമാണ്. 1 ശമൂവേൽ 12-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ ഹാസോരിലെ സേനാധിപതിയായ സീസരയുടെ കയ്യിലും ഫെലിസ്ത്യരുടെ കയ്യിലും മോവാബ് രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു. അവരവരോട് യുദ്ധം ചെയ്തു. സരളമായ, സുന്ദരമായ, ലളിതമായൊരു വാചകമാണ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ളതാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ വീഴ്ചകൾ ഓരോന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മുന്നറിയിപ്പാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടെയൊക്കെ വലിയ വലിയ വിപത്തുകൾ വിളിച്ചു വരുത്തിയൊരു കൂട്ടരാണ് ഇസ്രായേൽ ജനം. ലാഘവത്തോടെ കണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കി വെച്ചു. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇവിടെ ദൈവമായ കർത്താവ് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിനകത്ത് പറയുകയാണ്, ഇസ്രായേൽ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ. വളരെ പഴക്കമുള്ളൊരു ചിന്തയാണ് ദൈവത്തെ മറക്കുക. ദൈവത്തെ മറക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ, മറന്നവർ അനുഭവിച്ച വ്യഥകൾ, മറന്നാലുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതെല്ലാം അക്കമിട്ട് വേദപുസ്തകത്തിലെ പല വാക്യങ്ങളെടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ ഒരു മനുഷ്യായുസ്സിൽ മറക്കാൻ പാടില്ലാത്ത ചില വ്യവസ്ഥകളുണ്ട്. അതും വാക്യങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാം. പക്ഷെ പൊതുവിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് തന്നെ വരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാക്യം തന്നെയാണ്. അത് നമ്മൾ വിസ്തരിക്കുമല്ലോ. ദൈവത്തെ മറക്കരുത്, നടത്തിയവരെ മറക്കരുത്, വളർത്തിയവരെ മറക്കരുത്, മാതാപിതാക്കളെ മറക്കരുത്, പ്രാർത്ഥിച്ചവരെയും സ്നേഹിച്ചവരെയും കൂടെ നിന്നവരെയും കൂടെ നിർത്തിയവരെയും ഒന്നും മറക്കരുത്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും അവർ നമ്മുടെ ഇഷ്ടത്തിനും നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയിരിക്കുകയില്ല ചെയ്യുന്നത്. കാലം മാറുമ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസം കൊണ്ടും കാലഗതികൾ കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതും നമുക്ക് തൃപ്തിപ്പെടാത്തതും നമുക്ക് ചേരാത്തതൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞ് ചെയ്തെന്നൊക്കെ ഇരിക്കും. പക്ഷേ നമ്മെ സ്നേഹിച്ചവരെ, കരുതിയവരെ, നമ്മളെ പ്രാർത്ഥിച്ച് നിർത്തിയവരെ, കൈത്താങ്ങൾ തന്നവരെ, ചാരെ നിന്നവരെ, എല്ലാവരാലും തള്ളപ്പെട്ട കാലത്ത് നമുക്ക് വേണ്ടി വലിയ സമരം ചെയ്തൊന്നുമില്ലെങ്കിലും സാരമില്ല മക്കളെ, ഒരു നല്ല കാലം വരുമെന്ന് നമ്മോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും മറക്കരുത്. മറക്കാതിരിക്കുന്നതാണ് ഭൂഷണം. ചോറ് തന്നവരെ ഒരിക്കലും മറക്കരുത്. കഷ്ടകാലത്ത് കൈത്താങ്ങ് തന്നവരെ മറക്കരുത്. അങ്ങനെ മറക്കാൻ പാടില്ലാത്തത് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ഒരല്പനേരം ഇരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പുറകോട്ടൊന്ന് നോക്കണം. ഒരു പ്രസംഗം കേട്ടാൽ പോരാ, ഞാനീ പറയുന്നത് പ്രാക്ടിക്കലാക്കണം. ഇന്ന് നിങ്ങളുടെ പ്രായം എനിക്കറിയില്ല, 65, 50, 70, 40, 30 എത്രയെങ്കിലും ആട്ടെ. മറക്കാൻ പാടില്ലാത്ത ഒരു 12 പേരുടെ പേരൊന്ന് എഴുതി വയ്ക്കാമോ? പ്രായോഗികമാക്കാൻ പറ്റൂ. 12 പേര്. 12 ആയിരിക്കുകയല്ല. നമ്മളോട് ആദ്യം സുവിശേഷം പറഞ്ഞ ആരാന്ന് ഓർക്കുന്നുണ്ടോ? ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ തകർച്ചയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആൾ കാണും. പക്ഷെ നമ്മളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ നിങ്ങളെ ബലപ്പെടുത്തിയ ആരെങ്കിലും? അങ്ങനെ മറക്കാൻ പാടില്ലാത്ത ഒരു 10-12 പേരുടെ പേരൊന്ന് എഴുതി വയ്ക്കാമോ? എന്നിട്ട് ഒരു സ്തോത്രവും അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റൂ. ഈ കൂടെ പറയുകയാണ്, മറക്കാൻ പാടില്ലാത്തവരെ ഒന്ന് ഓർക്കണം വല്ലപ്പോഴും. ഇവിടെ വ്യക്തികളെയും വ്യക്തിബന്ധങ്ങളെയും രക്തബന്ധങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തെങ്കിലേക്ക് തന്നെ വരികയാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ബന്ധമാണ് ദൈവമെന്ന് പറയുന്നത്. ദൈവമെന്ന് പറയുന്നത് ഒരാരാധനാമൂർത്തിയോ
ഒരു കല്ലോ കളിമണ്ണോ വിഗ്രഹമോ ഒരു മതം നമുക്കുള്ള പഠിപ്പിച്ച നമുക്കറിയാൻ വയ്യാത്ത ലോകത്ത് ഉള്ള ഒരു മാസ്മരിക ശക്തിയൊന്നുമല്ല. ദൈവം ഒരു വലിയ ബന്ധമാണ്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതും വേദപുസ്തക ഭാഷ നമ്മളെ വെളിപ്പെടുത്തുന്നു. ദൈവം ഒരു ബന്ധമാണ്, പിരിയാൻ പാടില്ലാത്ത ബന്ധം. അതുകൊണ്ടാണ് ദൈവത്തെ പിതാവേ, അപ്പ എന്നൊക്കെ വിളിക്കുന്നത്. ബന്ധമായതുകൊണ്ടാണ്. ഒരു കുടുംബമായിട്ടാണ് ബൈബിളിൽ വിശ്വാസികളെ ചിത്രീകരിക്കുന്നത്. സഹോദരന്മാരെന്നൊക്കെയുള്ള വിളി തന്നെ കുടുംബത്തിൻ്റെ വിളിയല്ലേ. പുത്രൻ, മക്കൾ എന്നൊക്കെയുള്ള ഭാഷ തന്നെ ഒരു ഫാമിലി വാക്കുകളല്ലേ അതെല്ലാം. ദൈവം എന്നത് നമുക്കൊരു മതചടങ്ങിൻ്റെ ഭാഗമല്ല, ഒരു വൈകാരികതയുടെ തോന്നലുമല്ല, ഒരു ബന്ധമാണ്. അപ്പനാണ്, നമ്മുടെ എല്ലാമാണ്. ഏറ്റവും തെളിവായിട്ട് ഇവിടെ പറയുന്നത് ഇസ്രായേൽ ഒരിക്കലും ദൈവത്തെ മറക്കാൻ പാടില്ലായിരുന്നു. തലമുറ എത്ര കഴിഞ്ഞാലും മറക്കാൻ പാടില്ലായിരുന്നു. അത്രയ്ക്ക് കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാർക്കും ചെയ്തില്ലെന്നല്ല, അവരെക്കാൾ അധികം ബന്ധം നമുക്കുണ്ട്. നമുക്ക് വേണ്ടി തൻ്റെ ഓമനപുത്രനെ അയച്ച് കാൽവരിയിൽ തകർത്ത ചങ്കിലെ ചോര തന്ന് പുത്രൻ്റെ പരമയാഗം കൊണ്ട് നമ്മളെ മക്കളാക്കി തീർത്തു. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. മറന്നാൽ അങ്ങനെ ഒത്തിരി വാക്യമുണ്ട്. യഹോവയെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ എന്നുള്ള മുന്നറിയിപ്പുകൾ വരും വേദപുസ്തകത്തിനകത്തുണ്ട്. മറക്കാൻ പാടില്ല. ദൈവം തന്നെ പറയുന്നു, മറക്കരുത്, നിങ്ങൾക്കത് നാശമാണ്, നഷ്ടമാണ്. ഇവിടെ ഇസ്രായേൽ ദൈവത്തെ മറന്നപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? യഹോവയെ മറന്നപ്പോൾ അവനവരെ ഹാസോരിലെ സേനാധിപതിയായ സീസരുടെ കയ്യിലും ഫിലിസ്ത്യരുടെ കയ്യിലും മോവാബ് രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിച്ച് അവരവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ ആ വാക്യത്തെ മറിച്ചിട്ട് ചിന്തിക്കുക. ദൈവത്തെ മറക്കാതിരുന്നാൽ നിങ്ങൾ ഓർത്തോളണം, സർവശക്തൻ ആർക്കും നമ്മളെ വിട്ടുകൊടുക്കുകയില്ല. ആരും നമ്മളോട് പോരാടിയാലും അവർ ജയിക്കുകയില്ല. ദൈവത്തെ മറന്നാൽ ദൈവം തന്നെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവന് നമ്മളോട് യുദ്ധം ആരംഭിക്കും. ഞാനിങ്ങനെ പറയട്ടെ, ഈ ഒരു വാക്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജീവിതം തീർക്കാൻ പറ്റിയല്ല. പക്ഷേ ഈ വാക്യം ഇന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയട്ടെ, ആരൊക്കെ നമുക്കെതിരെ യുദ്ധം ചെയ്താൽ വന്നാലും ദൈവത്തെ മറക്കാതിരുന്നാൽ ആ യുദ്ധം നടന്നാലും ഫലിക്കുകയില്ല. അക്ഷരികമായി തോക്കും വാളും വടിവാളും കൊണ്ട് വരുന്നൊരു യുദ്ധത്തെക്കുറിച്ചല്ല. വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഷയാണത്. ദൈവത്തെ മറക്കാത്തവർ, അവർക്കെതിരെ ആരും, ഇനി നമ്മളൊക്കെ പറയുന്നൊരു വാക്കല്ലേ, ഒളിപ്പോരുകൾ പോലെ ക്ഷുദ്രപ്രയോഗം കൊണ്ടുപോലും നമുക്കെതിരെ നമ്മളെ തോൽപ്പിക്കാനും തകർക്കാനൊക്കെ നോക്കിയാലും ഭയപ്പെടരുത്. നാം ദൈവത്തെ മറക്കാത്തിടത്തോളം കാലം ഇതൊന്നും ഫലിക്കുകയില്ല. ആരെങ്കിലും നമുക്കെതിരെ യുദ്ധം ചെയ്താൽ നമുക്കത് ഫലിക്കണമെങ്കിൽ നാം ദൈവത്തെ മറക്കണം. എപ്പോഴും ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, വേദപുസ്തകത്തിൻ്റെ വാക്യമുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, മറക്കാതിരിപ്പാൻ. എപ്പോഴും മുമ്പിൽ, ഹൃദയത്തിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ, ആലോചനയിൽ എപ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ട്, എന്ത് ചെയ്താലും ദൈവത്തെ ഓർത്തുകൊണ്ട്, ദിവസത്തിൽ എത്ര പ്രാവശ്യം ഓർക്കാമോ അത്രയും പ്രാവശ്യം ഓർത്തുകൊണ്ട്, ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ദൈവത്തെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ദൈവത്തെ മറക്കുമ്പോഴാണ്, സാക്ഷാലുള്ള ദൈവത്തെ മറക്കുമ്പോഴാണ് മറ്റ് ദൈവങ്ങളിലേക്ക് നമ്മൾ ചേക്കേറുന്നത്. ദൈവത്തെ മറക്കരുത്, സൃഷ്ടാവിനെ മറക്കരുത്, ജീവൻ തന്ന ദൈവത്തെ മറക്കരുത്. മറക്കാതിരുന്നാൽ ഒരു യുദ്ധവും നിനക്കെതിരെ ജയിക്കുകയില്ല. ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരു തലമുടി പോലും താഴെ വീഴത്തുമില്ല. നമുക്ക് ഒന്നോടെ വളരെ ദൃഢമായിട്ട് ദൈവത്തോട് പറയാം, ഇല്ലപ്പാ, ഞാൻ മറക്കില്ല, എനിക്കത് കൃപ തന്നാൽ മതി. നമുക്ക് അഹങ്കരിക്കാനൊന്നും പറ്റിയാലല്ലോ.
ദൈവത്തോട് ചോദിക്കണം, അങ്ങയെ മറക്കാതിരിപ്പാനുള്ള കൃപ എനിക്കെപ്പോഴും തരണം. മറക്കരുത്. മക്കളോടും പറയണം. ഇന്ന് രാത്രി കുടുംബ പ്രാർത്ഥനയിൽ തമ്മിൽ കൈകോർത്ത് പറയണം, നാം ദൈവത്തെ മറക്കരുത്. ബാക്കി ദൈവം ചെയ്യട്ടെ. യുദ്ധങ്ങൾ ഫലിക്കത്തില്ല ദൈവത്തെ മറക്കാതിരുന്നാൽ. നമുക്കതിനായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെ മറന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അങ്ങയെ മറക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അങ്ങ് അപ്പനായി വാഴുന്ന എല്ലാമായിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും മറക്കാതെ അങ്ങയെ സ്നേഹിച്ചും കരുതിയും അങ്ങയെ അനുസരിച്ചും അങ്ങയുടെ സന്നിധി നിൽപ്പാൻ ഞങ്ങളുടെ ഇടയാക്കണം. ദൈവം പ്രവർത്തിക്കണം. കൃപ കൊണ്ട് നിറയ്ക്കണം. മഹത്വവും മാനവും ഒക്കെ ദൈവത്തിന് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.